ആദ്യ മത്സരത്തിൽ ഖത്തർ ടീം കളത്തിലിറങ്ങുമ്പോൾ ആവേശമാകെ കേരളത്തിലെ 3.5 കോടി മനുഷ്യർക്കാണ്. പതിറ്റാണ്ടുകളായുള്ള മലയാളികളുടെ സ്വപ്നം പേറി തഹസിൻ മുഹമ്മദ് ജംഷീദ് ഖത്തർ ടീമിനൊപ്പം ഉണ്ട്. തഹസിന്റെ ജന്മനാടായ കണ്ണൂരിലെ വളപട്ടണത്ത് വലിയ ആവേശത്തോടെ ബിഗ് സ്ക്രീൻ ഒരുക്കിയാണ് ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ മത്സരം കാണാൻ കാത്തിരിക്കുന്നത്. നിഖിൽ അളവൂർ ചേരുകയാണ് നാട്ടുകാർക്കും. ലോകകപ്പ് ഫുട്ബോളിൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാകുന്ന ഒരു ചരിത്ര നിമിഷത്തിനുള്ള കാത്തിരിപ്പിലാണ് ഒരു മലയാളി. ആ മലയാളി ലോക ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ വേദിയിൽ ഇന്ന് ബൂട്ടണിയുമോ എന്നൊരു ആകാംക്ഷയിലാണ് നമ്മളെല്ലാം ഉള്ളത്. എന്തായാലും തഹസീൻ മുഹമ്മദ് എന്ന് പറയുന്ന കണ്ണൂർക്കാരൻ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തറിൻ്റെ ടീമിൽ ഇടം നേടിയത് മുതലുള്ള ആവേശത്തിലാണ്. വളപട്ടണം എന്ന് പറയുന്ന നാട്, ആ നാട്ടിൽ വലിയ സജ്ജീകരണങ്ങളാണ് ഈ ലോകകപ്പ് കാണുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഖത്തറിൻ്റെ ആദ്യ മത്സരം 12:30 നടക്കുമ്പോൾ ബിഗ് സ്ക്രീനിൽ അത് കാണാൻ ഈ നാടാകെ ഒരുമിച്ച് ചേരും. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവർ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്താണ് വലിയ അഭിമാനം ഉള്ള സമയം തന്നെയാണ്. നല്ലൊരു അഭിമാനമുള്ള മുഹൂർത്തമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളി, പ്രത്യേകിച്ച് ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഇന്ത്യ പോലും വേൾഡ് കപ്പ് എത്താത്ത സ്ഥിതിക്ക് ഒരു മലയാളി വേൾഡ് കപ്പ് കളിക്കാൻ വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. വളവട്ടം അതിൻ്റെ പേര് വളരെ എന്താ പറയുക, അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് എല്ലാ ആൾക്കാരും ഇതിനെ വരവേൽക്കുന്നത്. ശരിക്കും ഇഷ്ടമുള്ള ടീം ഏതാ? ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ നാട്ടുകാരനെ പിന്തുണക്കാൻ തീരുമാനിച്ചു. അതെ തീർച്ചയായിട്ടും. നമ്മുടെ ഒരു കുട്ടി ഇന്ത്യൻ്റെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലൊരു കുട്ടി വേൾഡ് കപ്പിൽ കളിക്കാന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാർ ഇന്ത്യയിൽ കളിക്കേണ്ടിരുന്നു. ബെയ്ജിങ് ബൂട്ടിയ, ഉലകനാഥൻ, ഹബീബ്, അക്ബർ. പക്ഷെ അവർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖലയിൽ ഡയറക്റ്റ് അല്ല എങ്കിലും ഈ തഹസിൻ ഡയറക്റ്റ് അല്ല, അതായത് ഇന്ത്യയിൽ നിന്ന് ത്രൂ അല്ല പോകുന്നത്, ഇൻഡയറക്റ്റാണ്. എങ്കിലും നമുക്ക് അഭിമാനിക്കാനുണ്ട്, ഒരുപാട് അഭിമാനിക്കാനുണ്ട്. കാരണം അവൻ്റെ കളിയും കാര്യവും ആ പ്രായവും ഇതൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് അഭിമാനത്തിൻ്റെ അപ്പുറത്താണുള്ളത്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നമ്മൾ ഇപ്പം ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ആ കുട്ടിനെ ഒന്ന് ഇറങ്ങിയിട്ട് ഒരു ഗോളെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോകം തന്നെ ഒന്ന് അവനെ വിലയിരുത്തും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ ഹാളൊക്കെ ഇളകി മറിയും. അക്കാര്യം ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ഏതായാലും ആ ആവേശം ഇവിടെ ഉണ്ട്. നമുക്ക് മറ്റുള്ളവരോട് കൂടി ചോദിക്കാം. മോനെയൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഫുട്ബോൾ ആരാധകനാണോ? പിന്നെ തീർച്ചയായിട്ടും. ഇഷ്ട ടീം ഏതാ? ബ്രസീലാണ്. ഇപ്പം ഖത്തർ. നമ്മൾ ഇത്തവണ ഖത്തറിന് വേണ്ടിയാണ് കട്ടൊക്കെയാണ് തൂക്കിയിരിക്കും. തഹസീൻ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ കളിക്കാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നാട്ടിലെല്ലാവരും അവന് വേണ്ടി നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷമായി. കളി കാണാൻ വന്നാണോ? ഏതാ ഇഷ്ട ടീം ഏതാ ഫുട്ബോളിലെ? ബ്രസീലാണ്. ഈ തഹസിനെ അറിയോ? തഹസിന്റെ കളി കാണാൻ വേണ്ടി വന്നാണോ ഇന്ന്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രായഭേദമന്യേ ആളുകളെ ഒരുമിപ്പിക്കുന്ന ഒരു വികാരം കൂടിയാണ് ഫുട്ബോള്. അതിനപ്പുറത്തേക്ക് സ്വന്തം നാട്ടുകാരനായ ഒരാൾ ഈ വിശ്വ ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ വേദിയിൽ ബൂട്ട് കെട്ടും എന്നൊരു പ്രതീക്ഷ, ഒരുപക്ഷെ ഇതിനപ്പുറം അഭിമാനിക്കാൻ ഒന്ന് ഇതുപോലൊരു വളപട്ടണം പോലെ ഫുട്ബോളിനെ നെഞ്ചേറ്റിയ ഒരു നാടിനുണ്ടാവില്ല. അതിൻ്റെ എല്ലാ ആവേശവും ഈ നാട്ടിൽ കാണാനുമുണ്ട്. കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.